ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ ഞാനൊരു 8:30 സമയത്തൊക്കെയാണ് കേട്ടോ എണീക്കാറുള്ളത്. പക്ഷേ ഇന്ന് എന്താണാവോ കുറച്ച് നേരത്തെ എണീറ്റു. ഒരു 7:30 ആയപ്പോഴത്തേക്ക് എണീറ്റു കേട്ടോ. ഞാൻ എപ്പോഴാണോ എണീക്കണത് അതിൻ്റെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ എണീക്കും കേട്ടോ. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഉണ്ട് അവൻ എണീറ്റിരിക്കുന്നുണ്ട്. അപ്പം മാമൻ്റെ മടിയിൽ ഇരിക്കുകയാണ്, ടി വിയും കണ്ടിരിക്കുകയാണ്. മാമൻ അപ്പോൾ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവനെയൊക്കെ എടുത്ത് പല്ല് തേപ്പിക്കാനൊക്കെ കൊണ്ടുപോയിട്ടാ. അപ്പം അമ്മ പോവാനുള്ള തയ്യാറെടുപ്പാണ്. അമ്മ 8 മണിയാകുമ്പോൾ ജോലിക്ക് പോകും. അപ്പോൾ പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം പൊന്നുമണീനെയും കൊണ്ടുപോയിട്ടേ പല്ലൊക്കെ തേപ്പിച്ച് വന്നു കേട്ടോ. പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാനുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുള്ളൂ കേട്ടോ. മിക്ക ദിവസം അങ്ങനെയാണ്. പിന്നെ മഴ എങ്ങാനും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലൊന്ന് ചേഞ്ച് ആവാറുള്ളത്. അങ്ങനെ വേഗം കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് അവന് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ. ദോശയും പിന്നെ കുറച്ച് ചട്നീൻ്റെ എടുക്കണുണ്ട്. അപ്പോൾ എരിവ് വലിയ കാര്യമായിട്ട് അവന് പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ തുപ്പും. അപ്പോൾ ചെറിയ രീതിയിൽ ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കും, ശീലാക്കി കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ അവൻ്റെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നിയും ഒക്കെ കൂട്ടിയിട്ട് ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനവിടെ ടി വി വെച്ചിട്ടുണ്ട്, ഉണ്ണി ടി വി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നോക്കിയിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കണത്. പിന്നെ നമ്മുടെ സ്കിൻ കെയറിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഫേസിൽ മിക്കപ്പോഴും പറ്റണ ദിവസങ്ങളിലൊക്കെ ഓയിലിട്ടൊരു മസാജൊക്കെ കൊടുക്കാറുണ്ട്, നമ്മുടെ ക്യാരറ്റ് ഓയിൽ. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ ഇന്നേ എൻ്റെ അനിയൻ വീട്ടിലുള്ള കാരണം കൊണ്ട് പൊന്നുമണീനെ നോക്കാനൊക്കെ ആളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കിച്ചൺ ക്ലീനിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മയ്ക്ക് പൊതുവേ നേരത്തെ പോയിട്ട് നേരം വൈകി വരിക, അതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത്. പിന്നെ കിച്ചണിലെ ഗ്യാസ് സ്റ്റവൊക്കെ എടുത്ത് മാറ്റി, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പൊടികളുടെ ചെപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ജനലയുടെ കമ്പികളൊക്കെ ഞാനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ വോൾ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്താണ്ടല്ലോ നമ്മുടെ അവിടേക്ക് ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങും. അപ്പോൾ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോൾ സ്റ്റിക്കറൊന്നും ഒട്ടിക്കാണ്ടിരിക്കണേ കേട്ടോ. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ആ ജനലൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ഈ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് നന്നായിട്ട് എന്താ പറയുക സോപ്പിട്ട് കഴുകി ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആ ഒരു തറയുണ്ടല്ലോ അതാണ് എന്താ പറയുക സ്ലേവാണോ അതാണ് ക്ലീൻ ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഇരുന്ന ഭാഗത്ത് കുറച്ച് പൊടികളും പിന്നെ നമ്മൾ ഫുഡിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനാകെ അടിച്ചു വാരി മാറ്റി. പിന്നെ ഞാൻ ആ വോളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഞാനങ്ങോട്ട് ഈ ക്ലീനിങ്ങിന് ഇറങ്ങിയാലുണ്ടല്ലോ പിന്നെ എനിക്ക് എന്താ പറയുക ഞാൻ ക്ലീൻ ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിരിക്കും കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ഉരച്ച് കഴുകി ഇവിടുത്തെ സിമെൻറ്റൊക്കെ അത്യാവശ്യം പോന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ആ ഒരു വോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ കറുത്തിരിക്കുന്നുണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ പൊട്ടിയടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഈ ചൂട് കൊണ്ട് പൊളിഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ ആ ഭാഗത്തും ഞാൻ നന്നായിട്ട് ഉരച്ച് കഴുകി അങ്ങനെ നീറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ പൊടിപ്പാത്രങ്ങളൊക്കെ അവിടെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തുടച്ച് കൊടുത്തപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്നിട്ടപ്പോൾ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ പാത്രങ്ങളായിട്ട് ഇങ്ങനെ തുടച്ച് കൊടുത്ത് വൃത്തിയാക്കി. ഈ ഒരു ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള പണികളാണ്. പക്ഷേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മോൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല കേട്ടോ. എൻ്റെ ബാക്കിൽ വന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് അവനെ നോക്കാൻ ആളുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഭാഗത്താണ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നത്. അവിടെയും നന്നായിട്ട് ഉരച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണത്. നിങ്ങൾ ഈ ക്ലീനിങ് ഒക്കെ ഉണ്ടല്ലോ കുറച്ച് സമയം കൊണ്ടാണ് കണ്ടുകൊണ്ടിരിക്കണത്, പക്ഷെ ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെ എൻ്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് കാലിൻ്റെ അവിടെ വന്ന് നിന്ന് അമ്മ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കുറച്ചധികം നേരം എന്നെ അങ്ങനെ കാണാണ്ടിരിക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെ വാഷ് ബേസിൻ്റെ ആ സൈഡിലുണ്ടായ മിക്സിയുടെ ജാറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടൊക്കെയാണ് ഞാനത് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ, കുടിക്കാനുള്ള വെള്ളവും. പിന്നെ അവൻ്റെ ബോട്ടിൽ
ചൂടാക്കാനുള്ള വെള്ളവും ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് വേഗം അടിച്ചു വാരാനായിട്ട് നോക്കിയിട്ടാ. ഉണ്ണിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കണ കാരണം കൊണ്ടേ നമുക്ക് അടിച്ചു വാരാനും നന്നായിട്ട് പൊടിയുണ്ടാവും. അതുപോലെ തന്നെ അടിച്ചു വാരാൻ എല്ലാ ദിവസവും കാര്യമായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ രാവിലെ അടിച്ചു വാരി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൊടിയാണ്. അത് അവൻ കളിച്ചും ഓരോ സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ടൊക്കെ വരുന്ന പൊടികൾ തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ തുടയ്ക്കാൻ നിന്നു. മിക്ക ദിവസങ്ങളിലും തുടയ്ക്കാറുണ്ട് കേട്ടോ. കാരണം മോൻ കളിക്കണതായതുകൊണ്ട് എനിക്ക് തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതേ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊന്നുമണി ഇതേ മാമൻ്റെ അടുത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിണുങ്ങി കിണുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ തുട കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിച്ച് വന്നപ്പോഴത്തേക്ക് അവന് ഫുഡ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. ഒരു 1:15 1:30 ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് കൊടുക്കും എന്നാലോചിച്ച് വേഗം ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ഒരു മുട്ടയും കുറച്ച് സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഞാനപ്പോൾ വേഗത്തിൽ ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മുട്ട ഇങ്ങനെ ഒരു എന്താ പറയുക കുത്തിപ്പൊരിച്ചെടുക്കുക, അതിലേക്ക് കുറച്ച് ചോറ് മിക്സ് ചെയ്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ വളരെ കുറച്ച് മാത്രം കുരുമുളക് പൊടി ഇട്ടാ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം സെറ്റാക്കി എടുക്കണത്. പൊന്നുമണിക്കുണ്ടല്ലോ മുട്ടേനേക്കാളും കൂടുതൽ ഇഷ്ടം ചിക്കനാണ് കേട്ടോ. ചിക്കനാണെങ്കിൽ നിന്ന് വേഗം വേഗം ചോറുണ്ടോളും. മുട്ടയും കഴിക്കും, എന്നാലും കൂടുതൽ ഇഷ്ടം ചിക്കനോടാണ്. അങ്ങനെ ദേ പാത്രമൊക്കെ വെച്ച് ഞാൻ ദേ സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ വേവിച്ച് വെച്ച ചോറും അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സാക്കി കൊടുത്തു. അങ്ങനെ കാര്യമായിട്ട് എരിവൊന്നും ഇല്ല കേട്ടോ, ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള മീനൊക്കെ വറക്കാനായിട്ട് വെച്ചു. അപ്പം ഞാൻ ചോറ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് സെറ്റാവുമല്ലോ, മീൻ വറുത്തത് സെറ്റാവും, അപ്പം നമുക്കും ചോറ് കഴിക്കാമല്ലോ. അങ്ങനെ പിലോപ്പി ആയിരുന്നു കേട്ടോ, തലേദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിലോപ്പി 3 പേർക്കുള്ളത് ഞാൻ വറക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ അവന് ഫുഡ് കൊടുത്തു കേട്ടോ. പിന്നെ ഫുഡ് കൊടുത്ത വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ വൈകിട്ട് അമ്മ വന്നപ്പോൾ ഇന്ന് ഉള്ളിവട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ഉള്ളിവടയാണ് കേട്ടോ. പണ്ട് എനിക്ക് ഉള്ളിവട കഴിക്കാനൊന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ചേട്ടനും കൂടിയിട്ടേ നമ്മുടെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്ക് അമ്പലത്തിൻ്റെ അടുത്ത് ഒരു കടയുണ്ട്, ഇതുപോലത്തെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കണ കടയാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു വട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിവട. നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട. അങ്ങനെയാണ് ഞാൻ ഉള്ളിവടയുടെ ഫാനായി മാറിയത്. അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോഴേ എൻ്റെ ഡ്രസ്സ് അടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചേച്ചിയുടെ വീട്. അവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ട് പോയി. അതൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്ന പാടെ പിന്നെ കുറച്ച് മിറ്റടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം മിറ്റടിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ വലിയ പൊടിയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് മുറ്റടിക്കാനൊക്കെ പറ്റൂട്ടാ. അല്ലെങ്കിൽ ചെറുതായിട്ട് പൊടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണ്. അങ്ങനെ പിന്നെ മുറ്റൊക്കെ അടിച്ച് വന്നപ്പോഴത്തേക്കും ഒരു ലോഡ് ഡ്രസ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ കഴുകിയിട്ടതും 2 ദിവസമായിട്ട് കഴുകിയിട്ടതും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. മോൻ്റെ കുറേ ഡ്രസ്സുകൾ ഡെയിലി ഉണ്ടാവും കേട്ടോ. ട്രൗസർ, ബനിയൻ, അത് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അവനെ അമ്മതേ കൊണ്ട് നടക്കാണ്. അത് കാരണമാണ് ഇതൊക്കെ സമാധാനമായിട്ട് ചെയ്യാൻ പറ്റണം കേട്ടാ. അല്ലെങ്കിൽ ഇതൊക്കെ പിടിച്ച് വലിച്ചിട്ട് ഓരോ സ്ഥലത്ത് ഓരോന്ന് കൊണ്ടിടലാണ് അവൻ്റെ പണി എന്ന് പറയണത്. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സും അവൻ്റെ ഡ്രസ്സും എല്ലാതും മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടുണ്ടല്ലോ ഞാൻ ഓരോ പണികളും വളരെ സമയമെടുത്തിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാം വേഗം വേഗം ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെയാണ്, നമ്മളുടെ ചെയ്യണ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അങ്ങോട്ട് ഫാസ്റ്റ് ആവുന്നു. അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. അങ്ങനെ ഡ്രസ്സുകളൊക്കെ ഞാൻ മടക്കി വെച്ചിട്ട് അതിൻ്റെ സ്ഥാനത്തൊക്കെ എടുത്തു വെച്ചു. പിന്നെ നോക്കിയപ്പോണ്ട് അമ്മാമ്മയും മോനും കൂടിയിട്ട് മുറ്റത്ത് നിന്ന് ചക്ക കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലൊരു പ്ലാവ് ഉണ്ട് കേട്ടോ, നമ്മുടെ അല്ല, അപ്പുറത്തെ ആൻറ്റിമാരുടെ വീട്ടിലത്തെ. അപ്പോൾ ആ പ്ലാവിൽ ചക്കയുണ്ട്. അപ്പോൾ അത് എപ്പോഴും അച്ചാച്ചനും അമ്മാമ്മയ്ക്ക് എനിക്കൊക്കെ എപ്പോഴും കാണിച്ചു തന്നുകൊണ്ടിരിക്കും. പിന്നെ വൈകുന്നേരം ഇപ്പോൾ നമ്മളിതേ ഫുഡ് കഴിച്ചു. അപ്പോൾ മീൻകറിയും മീൻ വറുത്തതൊക്കെയാണ്, മീൻകറിയും പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. പിന്നെ ജിഷ്ണേട്ടനും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു വൈകുന്നേരം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.